ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം എനിക്കൊരു ജോലി കിട്ടി ആഫ്റ്റർ ലോങ് ടൈം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് എസ്പെഷ്യലി ഐ വാണ്ട് ടു ടോക്ക് ടു എന്താ പറയണ്ടേ, വീട്ടിലിരിക്കുന്ന ആൾക്കാരോട്, വീട്ടമ്മമാരോട്, ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയൊരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാരണം നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാതെ, നമ്മളൊരു കാര്യം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാതെ നമുക്കാരും ഉപദേശിക്കാൻ പറ്റില്ല. അത് സത്യമല്ലേ? അപ്പം അതായിരുന്നു. കുറേ വീഡിയോസ് ഇട്ടില്ല. പക്ഷേ ഇപ്പോഴും എനിക്കറിയുന്ന ആരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പില്ല കേട്ടോ. പക്ഷേ അറിയാത്ത കുറേ പേരാണ് എൻ്റെ വീഡിയോ കാണുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ടിങ്. ഞാനൊരു ഒരു ഇനിഷ്യേറ്റീവ് എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാം ഞാൻ പറയാം കേട്ടോ. ഇപ്പം ഞാനൊരു പുതിയ ജോലിയുടെ കാര്യമായിട്ട് കുറച്ച് തിരക്കാണ്. അപ്പം ഈ ഒരു വ്ളോഗ് ഞാൻ ഡൽഹി എയർപോർട്ടിൽ പോയപ്പം ചെയ്തൊരു വ്ളോഗാണ് കേട്ടോ. അവിടുത്തെ ലോഞ്ച് എനിക്ക് ആക്സസ് കിട്ടിയായിരുന്നു. അവിടെ ഞാൻ കഴിച്ച ഫുഡുകളാണ്. അവരുടെ ഒരു അമൃത്സർ ഒരു കറിയും നമ്മുടെ വൈറ്റ് ചന കറിയും മുട്ടയും പിന്നെ ഒരു നാൻ പോലത്തെ ഒരു സാധനമൊക്കെ സോഫ്റ്റ് ആയിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, ഇഡ്ഡലിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ബ്രെഡ് ടോസ്റ്റ്. പക്ഷേ എനിക്ക് ഡൽഹിയിലെ ഫുഡ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പോയത് ഒരു പ്ലേസിൽ മാത്രമാണ്, നോയിഡയിലായിരുന്നു. ഞങ്ങൾക്ക് ഇൻഡക്ഷൻ ക്ലാസ് അവിടെയായിരുന്നു. സോ അവിടുത്തെ ഫുഡ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. സീരിയസ്ലി ഐ എം ടോക്കിംഗ്. കാരണം അവിടുത്തെ ഫുള്ള് വെജിറ്റബിൾസ് ആയിരുന്നു കൂടുതലും, വെജ് ഫുഡായിരുന്നു, നോൺ വെജ് വളരെ കുറവായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ പുറത്തിറങ്ങി മേടിക്കാനുള്ള അവസരം ഇല്ലായിരുന്നു. ബട്ട് പുറത്ത് ട്രൈ ചെയ്തതും എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാം, എന്താണ് കഴിച്ചതെന്ന് കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ അങ്ങനത്തെ ഏരിയയിൽ പോയില്ലായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പിന്നെ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന സാധനം വേറെ നാട്ടിൽ കിട്ടണം, ആ ടേസ്റ്റ് കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തെങ്കിലും കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക എന്നതായിരുന്നു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പം ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇത്രയാണ് കഴിച്ചത്. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ വോയിസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു പതറിച്ചൊക്കെ ഉണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടും കേട്ടോ. പക്ഷെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും. ബിക്കോസ് ആഫ്റ്റർ ലോങ് ടൈം എനിക്ക് ജോലി കിട്ടിയതാണ്. ഐ നീഡ് ടു കോൺസെൻട്രേറ്റ് ഇൻ ദിസ് ആൻഡ് ഒരു ഫാമിലി ഉണ്ട്. സോ രണ്ടും കൂടി എനിക്ക് ബാലൻസായി ഒന്ന് സ്റ്റേബിളായിട്ട് വേണം എനിക്ക് കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആകാൻ. അപ്പം ഇനിയും ഇങ്ങനെ വീട്ടിൽ ജോലി ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും പോകാതിരിക്കുന്നവർ ദയവ് ചെയ്ത്, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ജോലിക്ക് പോകാൻ തുടങ്ങുകയാണെങ്കിൽ ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ടു ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി. താങ്ക് യു ഫോർ വാച്ചിങ്.